+1 മാത്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സിലൊന്നാണ് കോണിക് സെക്ഷൻസ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ കോണിക് സെക്ഷനിൽ നിന്ന് 7 മാർക്കുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 4 മാർക്കും ചോദിച്ചിട്ടുള്ളത് എലിപ്സ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ്. സോ നമുക്ക് എലിപ്സ് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ നോക്കാം. സോ ആക്ച്വലി നമ്മളൊരു എലിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോണിക്കൽ ഫിഗർ ആണ്. ഈ ഒരു ഫിഗറിൻ്റെ 2 ഫോക്കസസ് ഉണ്ടാകും, F1ഉം F2ഉം. നമ്മൾ ഈ 2 ഫോക്കസിനെ കണക്ട് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു. ആ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആണ് നമ്മൾ ഈ ഒരു എലിപ്സിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഈ നമ്മൾ F1 F2 നമ്മൾ ഈ ഒരു ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മുടെ എലിപ്സിലേക്ക് വരച്ചു. സോ ആ ലൈന് നമ്മുടെ എലിപ്സിനെ എ ബി എന്നീ പോയിന്റ്സ് ടച്ച് ചെയ്യുന്നുണ്ട്. ഈ എയും ബിയും ആണ് നമ്മുടെ എലിപ്സിൻ്റെ വേർട്ടെക്സ് ആയിട്ട് പറയപ്പെടുന്നത്. അതേപോലെ ഈ എ ബി എന്ന് പറയുന്നത് നമ്മുടെ എലിപ്സിൻ്റെ മേജർ ആക്സിസ് ആയിരിക്കും. അതേപോലെ നമ്മൾ O1 എ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനാണ് നമ്മുടെ സി ഡി എന്ന് പറഞ്ഞ ലൈൻ. ഈ സി ഡി നമ്മുടെ എലിപ്സിൻ്റെ മൈനർ ആക്സിസ് ആയിരിക്കും. ഇനിയോട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒ ബി എന്ന് പറഞ്ഞ ലെങ്ത് നമ്മൾ സ്മോൾ എ ആണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. ഈ സ്മോൾ എ എന്ന് പറഞ്ഞാൽ സെമി മേജർ ആക്സിസ് ആണ്. അതായത് നമ്മുടെ മേജർ ആക്സിസിൻ്റെ ടോട്ടൽ ലെങ്ത്തിന് ഹാഫിനാണ് നമ്മൾ സ്മോൾ എ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ സ്മോൾ ബി നമ്മുടെ സെമി മൈനർ ആക്സിസ് ആണ്, അഥവാ മൈനർ ആക്സിസിൻ്റെ ഹാഫ് ലെങ്ത് ആണ് നമ്മുടെ ബി എന്ന് പറഞ്ഞ സെമി മൈനർ ആക്സിസ്. ഇനി നമ്മുടെ F1 നമ്മുടെ F1ഉം F2 രണ്ട് ഫോക്കസ് ആണ്. ആ ഫോക്കസും നമ്മുടെ സെൻറ്ററും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിന് നമ്മൾ സി എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളത്. സോ ഇനി നമുക്ക് സി എന്ന് പറഞ്ഞാൽ ആ ലെങ്ത് കിട്ടാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. സി = (√(a²-b²). വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്വേഷൻ ആണ്. നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ്. അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചോദ്യങ്ങൾ എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. സോ സി = (√(a²-b²). വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ദെൻ ഇവിടെ നമുക്ക് സെക്കൻഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ എക്സെൻട്രിസിറ്റി എന്താണ്. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ E = c/a ആണ്. സോ ആക്ച്വലി എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു കർവേച്ചറിനാണ് നമ്മൾ ആക്ച്വലി ആ എത്രത്തോളം കർവ് ചെയ്തിട്ടില്ല, എത്രത്തോളം ആ കർവേച്ചർ ഉണ്ട് എന്ന കാര്യമാണ് നമ്മൾ എക്സെൻട്രിസിറ്റി എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ E = c/a എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ എലിപ്സിൻ്റെ ജനറൽ ഇക്വേഷൻ നോക്കാം. സോ എലിപ്സ് നമുക്ക് രണ്ട് രീതിയിൽ ജനറൽ ഇക്വേഷൻ പറയാൻ പറ്റും. ഫസ്റ്റ് ഇക്വേഷൻ എന്നാൽ x² + y² / b² = 1 എന്നുള്ളതാണ്. സെക്കൻഡ് ജനറൽ ഇക്വേഷൻ എന്നാൽ x² + y² = 1 എന്നുള്ളതാണ്. സോ ഇതിട്ട് നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവിടെ ആക്സിസ് ഏതാണ് എന്നാണ് ആകെയുള്ള വ്യത്യാസം. സോ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അതായത് x/a² എന്ന ടേം വരുന്നതാണെങ്കിൽ, അഥവാ എക്സിൻ്റെ കൂടെ വലിയ വാല്യൂ ആണ് എക്സിൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്നതെങ്കിൽ നമ്മുടെ ആ ഒരു ഇക്വേഷൻ ആ ഒരു എലിപ്സിൻ്റെ ആക്സിസ് എക്സ് ആക്സിസ് ആയിരിക്കും. സപ്പോസ് നമ്മുടെ വൈയുടെ കോഫിഷ്യൻ അല്ലെങ്കിൽ y² കോഫിഷ്യൻ്റ് ആയിട്ടാണ് വലിയ വാല്യൂ വരുന്നുള്ളതെങ്കിൽ നമുക്കറിയാം ആ ഒരു എലിപ്സിൻ്റെ ആക്സിസ് y ആക്സിസ് ആയിരിക്കും. അതേപോലെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് നമ്മുടെ എലിപ്സിൻ്റെ ലാറ്റസ് റെക്ടം. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫോക്കസ് നമ്മുടെ മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ആ ഒരു ലൈനിനെ നമ്മൾ ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. സോ ലാറ്റസ് റെക്ടത്തിൻ്റെ ലെങ്ത് 2b² / a ആണ്. സോ വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ എലിപ്സിൻ്റെ എല്ലാ ഇക്വേഷൻസും എല്ലാ ടോപ്പിക്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിമ്പിളാണ്, പഠിക്കുക. എല്ലാവർക്കും ഈ ഒരു എക്സാമിന് നല്ല മാർക്ക് കിട്ടട്ടെ.